ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 15-ാം സങ്കീർത്തനം 3-ാം വാക്യം. നാവുകൊണ്ട് കുരുള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നവരുടെ ജീവിതശൈലി എന്തായിരിക്കണമെന്നാണ് ഈ വാക്യത്തിലൂടെ സങ്കീർത്തനക്കാരൻ പ്രഖ്യാപിക്കുന്നത്. നാവുകൊണ്ട് ഏഷണി പറയാതെ തൻ്റെ സ്നേഹിതന് അപമാനം വരുത്തി ദോഷം പ്രവർത്തിക്കാതെയും ദൈവിക സ്വഭാവവും ദൈവിക മൂല്യങ്ങളും പ്രതിബിംബിച്ച് കുടുംബത്തിലും സമൂഹത്തിലും വ്യത്യസ്ത ജീവിത മൂല്യങ്ങൾ ഉയർത്തുന്നവർ ആയിരിക്കുവാനാണ് സങ്കീർത്തനക്കാരൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. നാവ് ഒരു ചെറിയ തീയാകുന്നു. ചെറിയ തീ വലിയ കാടിനെ കത്തിക്കുന്നത് പോലെ നാവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് വലിയ നാശം കൊയ്യും. തേൾ അതിൻ്റെ വാലിൻ്റെ അറ്റം തൊടുന്നവരെയല്ലാതെ മറ്റാരെയും വേദനിപ്പിക്കാറില്ല. എന്നാൽ നാവിൻ്റെ വിഷം മാരകമാണ്. അത് സമീപസ്ഥനെ മാത്രമല്ല ദൂരസ്ഥനെയും വേദനിപ്പിച്ചു കൊല്ലും. പ്രിയ സ്നേഹിതരെ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ, മുറിവേൽപ്പിക്കുന്നതാണെങ്കിൽ നാവിനെ നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാം. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ ഈ നാളുകൾ നമ്മെ തന്നെ നമുക്കൊരുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.